എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു അധ്യായമാണ് പോരടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയ അധ്യാപകരോടൊപ്പം പങ്കിട്ട നിമിഷങ്ങൾ. ഏറ്റവും ജൂനിയർ ആയിട്ടും എന്നെ ഇങ്ങനെ കൂട്ടത്തിൽ ഒരാളെ പോലെ ചേർത്ത് പിടിച്ചതും ഒരുമിച്ചുള്ള ചിരികളും തമാശകളും യാത്രകളും എല്ലാം എന്നും എൻ്റെ ജീവിതത്തിലെ മധുരിക്കുന്ന ഓർമ്മകളായിരിക്കും. ഇതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം പരവൂർ അക്വാ ഹെവൻ റിസോർട്ടിൽ 30ഓളം വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിയ രാജേഷ് അണ്ണൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്നേഹസംഗമം. ചെറിയൊരു വള്ളത്തിൽ കയറി കായൽ മുറിച്ച് കടന്നാൽ മാത്രമേ നമുക്ക് ഈ റിസോർട്ടിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. നമ്മുടെ തന്നെ സുഹൃത്തായ അശ്വിൻ നടത്തുന്ന ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിച്ചിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്. ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ആക്ടിവിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും അവിടുത്തെ സ്റ്റാഫുകൾ നമുക്ക് വിശദീകരിച്ച് തരും. തുടർന്ന് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും സാധനങ്ങൾ സൂക്ഷിക്കാനുമുള്ള ഹട്ടുകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. പോകുന്ന വഴിയിൽ ഒരു ഫാമിലുള്ള പശുക്കൾ ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കായലിലൂടെയുള്ള യാത്രയ്ക്ക് തയ്യാറെടുത്തു. നല്ല വെയിലായിരുന്നിട്ടും കായലിലെ തണുപ്പും ഇടയ്ക്കിടയ്ക്ക് വീശുന്ന കാറ്റും ഉണ്ടായിരുന്നതിനാൽ ചൂടറിഞ്ഞതേയില്ല. രാജേഷ് അണ്ണൻ്റെ വിസിലേടിയോടുകൂടി വള്ളത്തിലുള്ള ഞങ്ങളെല്ലാവരും ആക്റ്റീവായി. പിന്നെ പാട്ടായി, കയ്യടിയായി, അവസാനം വഞ്ചിപ്പാട്ടിൽ വരെ എത്തി. അതെ, ആർപ്പുവിളികളുടെയും കയ്യടികളുടെയും തോർത്തു കറക്കലിൻ്റെയും ഒക്കെ താളത്തിൽ ഞങ്ങളുടെ ചുണ്ടൻ അങ്ങനെ കുതിക്കുകയാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരനെ ആരും കാണാതെ പോകരുതേ. എന്ത് സാഹസികമായിട്ടാണ് കൊടും വളവുകളെയൊക്കെ ഒരൊറ്റ കമ്പിൽ കുത്തി വളയ്ക്കുന്നത്. അന്നത്തെ ഏറ്റവും മനോഹരമായ അനുഭവമായിരുന്നു കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെയുള്ള യാത്ര. വളർന്നു പന്തലിച്ച് നിൽക്കുന്ന കണ്ടൽ ചെടികളെ കീറി മുറിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നുപോയി. വഴിയിലെ ഇടതൂർന്ന വേരുകളെയും ശാഖകളെയും തട്ടാതെ വഴുതി മാറുന്നത് ഞങ്ങൾക്കൊരു സാഹസിക അനുഭവമായി മാറി. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് കായലിന് നടുവിൽ പോലും കമ്പുകൾ കൂട്ടി ഉണ്ടാക്കിയ ചെറിയ കടകൾ കാണാമായിരുന്നു. ആഴം കുറഞ്ഞൊരു സ്ഥലത്തായിട്ട് ഞങ്ങളുടെ വള്ളം പാർക്ക് ചെയ്തു. പിന്നെ ഓരോരുത്തരായിട്ട് ചാടി തുടങ്ങി. മുന്നും പിന്നും നോക്കാതെ ആദ്യം രാജേഷ് അണ്ണൻ ചാടി. പിന്നെ നീന്തൽ വിദഗ്ധനായ രാജേഷ് അണ്ണൻ്റെ പ്രകടനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇറക്കി തുടങ്ങി. പിന്നെ സജികുമാർ സാറ് ചാടി, മഹേശ്വരൻ സാറ് ചാടി, മനു സാറ് ചാടി, കിഷോർ സാറ് ചാടി, ജെസി സാറ് ചാടി, സജി സാറ് ചാടി. അങ്ങനെ ഓരോരുത്തരായി പരിപാടി ഓളമാക്കി. എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ ആവേശം കണ്ട് പ്രിയ സാബുജി സാർ വരെ അവസാനം വെള്ളത്തിലേക്ക് എടുത്തു ചാടി. വഴിതെറ്റി വന്ന ഒരു വണ്ടിയെ മാറ്റി പാർക്ക് ചെയ്യുന്ന രണ്ട് ബിരുദന്മാരെ നിങ്ങൾ കാണുന്നുണ്ടോ? വെള്ളത്തിൽ തിമിർത്ത് ക്ഷീണിച്ച ഞങ്ങൾക്ക് വേണ്ടി കയ്യിൽ കരിക്കും പൊക്കി പിടിച്ച് നീന്തി വരുന്ന കിഷോർ സാറിനെയും സജി സാറിനെയും നിങ്ങൾ കാണുന്നില്ലേ? വെള്ളത്തിലെ അഭ്യാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ റിസോർട്ടിലുള്ള വിശ്രമ ഹാളിലേക്ക് പോയി. അവിടെ ചിരിയും തമാശയും കൊച്ചു വർത്താനവും ഒക്കെയായി ഞങ്ങൾ ഒത്തുകൂടി. സ്കൂളിലെ പഴയ പുലികളായിരുന്ന പ്രകാശ് സാറും സാബുജി സാറും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് ഞങ്ങളുടെ സ്നേഹസമ്മാനം പ്രിയ രാജേഷ് അണ്ണന് പ്രകാശ് സാർ കൈമാറി. കുറച്ച് റീലുകൾ കൂടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞത്. അങ്ങനെ ജീവിതത്തിൽ എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഒരു ദിവസമായത് മാറി.